ഇന്നത്തേത് ഒരു ഗോവ യാത്രയാണ്. ഏറെ നാളത്തെ പ്ലാനിങ്ങിനൊടുവിൽ ഇന്ന് ഞങ്ങൾ ഗോവയിലേക്ക് പോകുവാണ്. ഉച്ചയ്ക്ക് 12:30 ഞങ്ങൾ അങ്ങനെ ട്രെയിനിൽ കയറി. സ്ലീപ്പർ ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്, അതുകൊണ്ട് നല്ല ചൂടും ഉണ്ടായിരുന്നു. ഷൊർണൂർ എത്തിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്, ഈ ഒരു ട്രെയിൻ മുഴുവനും പോലീസുകാരായിരുന്നേ. എന്താന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല. അതെന്തെങ്കിലും ആവട്ടെ. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടാണ് കയറിയത്. ഷൊർണൂർ എത്തിയപ്പോൾ ചായയും പരിപ്പോടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോകുന്നത് ഒരുമിച്ച്. ഈ യാത്രയുടെ എക്സൈറ്റ്മെന്റ് എല്ലാം ഞങ്ങൾ രണ്ടുപേരുടെ മുഖത്തും തെളിഞ്ഞു കാണാവേ. അങ്ങനെ ഞങ്ങൾ തിവിയം സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ദാ പോകുന്നു ഞങ്ങൾ വന്ന ട്രെയിൻ. ഇനി പിക്ക് ചെയ്യാനുള്ള ടാക്സിക്കായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ ടാക്സി വന്നു. ലഗേജും കയറ്റി ഞങ്ങൾ നേരെ പോകുന്നത് റിസോർട്ടിലേക്കാണ്. പോകുന്ന വഴിയിൽ ഗോവയെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരുവാണ് ഡ്രൈവർ. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. സിയ സിഗ്നേച്ചേഴ്സ്, ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റിസോർട്ട്. രാവിലെ 10 മണിയായപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയേ. റൂം കിട്ടണമെങ്കിൽ 12 മണിയാവണേ. കുറച്ചു നേരം പോസ്റ്റ് അടിച്ച് അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂം കിട്ടിയേ. ഗൂഗിളിൽ റിവ്യൂസ് ഒക്കെ നോക്കി സെലക്ട് ചെയ്തതാണ് ഞങ്ങൾ ഈ റിസോർട്ട്. ഫോട്ടോസിലൊക്കെ കണ്ട പോലൊക്കെ തന്നെയായിരുന്നേ റൂമൊക്കെ. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള റൂം ആയിരുന്നേ. ബാത്റൂം ആണെങ്കിലും ക്ലീൻ ആയിരുന്നേ. ചെറിയൊരു മിററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് റൂം. ബാൽക്കണിയിൽ നിന്ന് നേരെ താഴോട്ട് നോക്കിയാൽ കാണുന്നത് പൂളാണ്. യാത്രാക്ഷീണം ഉള്ളത് കൊണ്ട് അന്ന് നേരെ കയറി കിടന്നുറങ്ങിയേ. വൈകുന്നേരമാണ് ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾ തുടർന്നുള്ള വീഡിയോസിൽ വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. ബൈ ഗൈസ്.